ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചിട്ടാണ്. സച്ചിൻ ടെണ്ടുൽക്കർ വളരെ ചെറുപ്പം മുതൽ തന്നെ കളിയോട് വളരെ അമിതമായ താല്പര്യം അതിനുള്ള പ്രയത്നങ്ങളും ചെയ്ത ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കോച്ച് ഓരോ കളിയുടെ ഭാഗങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചാണ് അദ്ദേഹം ഇത്ര വലിയൊരു സ്റ്റാറായി നിലകൊണ്ടത്. പഠിക്കുന്ന കാലം മുതൽ തന്നെ പഠിപ്പിലേറെ സച്ചിൻ ടെണ്ടുൽക്കർ കാര്യമായി കോൺസെൻട്രേഷൻ ചെയ്തത് ക്രിക്കറ്റിനോടുള്ള അമിതമായ താല്പര്യമായിരുന്നു. അതിനു വേണ്ടിയിട്ട് സ്കൂളിൽ പോവാതെ കളിക്കാൻ പോയിട്ടും അങ്ങനെ പല ഫ്രണ്ട്സുകളോട് കൂടെ ഓരോ കളികളും ഓരോ ഗെയിം രൂപത്തിലും കളിച്ച് ആണ് ക്രിക്കറ്റ് അദ്ദേഹത്തെ വളർത്തിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ പ്രയാസം പറയാതിരിക്കാൻ പറ്റും. അദ്ദേഹത്തെ അത്രയും കഷ്ടപ്പാടുള്ള ഒരാളാണെന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ക്രിക്കറ്റിനാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പാഷൻ എന്ന് കരുതിയിട്ടാണ് ഒരുപാട് എത്ര സമ്പാദ്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും ഇല്ലത് വെച്ചിട്ട് എല്ലാവരും രൂപമായിട്ടാണെങ്കിലും ശരി ബോളാണെങ്കിലും അത് വെച്ചിട്ട് അദ്ദേഹം കളിച്ച് മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെയാണ് പിന്നീട് കുറച്ച് ഏജായപ്പോൾ അദ്ദേഹം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്നത് ആദ്യം ലെവലിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ കാണുന്ന അദ്ദേഹം വിരമിച്ചു. എന്നാലും ഇപ്പോൾ അവിടുത്തെ വിരമിച്ചതിന് ശേഷം അദ്ദേഹം ആ ഒരു പതിലുള്ള കളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇറങ്ങിയ സമയങ്ങളിൽ ഫസ്റ്റ് ഫോം ഔട്ടായിരുന്നു. ഫസ്റ്റ് കളിയിൽ വരുന്നത് അദ്ദേഹം ഔട്ടായിട്ടും അങ്ങനെ പല ഇതിലൊക്കെ കളിയിൽ തുടരുക എന്നുള്ള സംശയങ്ങളിലൊക്കെ നിലകൊണ്ടിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് കൊണ്ട് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് കൊണ്ട് മാത്രമായിരിക്കും അദ്ദേഹം പിന്നീട് ഇത്ര ഈ ലെവലിലേക്ക് അറിയപ്പെടുന്ന കളിക്കാരനായിട്ട് മാറിയത്. ഓരോ ഷോട്ടും കണ്ടാൽ മറ്റുള്ളൊരു കളിക്കാരന് അങ്ങനത്തെ ഒരു ഷോട്ട് അടിക്കുക എന്നുള്ളത് നമുക്ക് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കളി കാണാൻ ആ ഒരു സ്റ്റൈല്, ആ ഒരു ഷോട്ട്, ബാക്ക് ഷോട്ടാണെങ്കിൽ ശരി, ഫ്രണ്ട് ഷോട്ടാണെങ്കിൽ ഓഫ് സൈഡ്, സിക്സസ്, അതൊക്കെ സിക്സ് പോകുന്നതിലുപരി അദ്ദേഹത്തിൻ്റെ ഷോട്ടിനുള്ള ആ സ്റ്റൈല് അത് കാണാൻ തന്നെ റിപ്പീറ്റായിട്ട് TV നോക്കിയിരുന്നു. ഒരുപാട് കളികൾ അദ്ദേഹം 90കളിൽ 98, 90 ശേഷമുള്ള റണ്ണുകളിലൊക്കെ അദ്ദേഹം ഒരുപാട് കളികളിൽ ഔട്ടായിട്ടുണ്ട്. വളരെ നിരാശനായിട്ട് അദ്ദേഹം മടങ്ങുന്ന ഓരോ സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. 98 കുറഞ്ഞ റൺസിൽ ഔട്ടാകുന്നതിൽ പോലെയല്ലല്ലോ 90, 98, 99 ആ റൺസിലൊക്കെ ഔട്ടാകുന്നത് വളരെ നിരാശയായിരിക്കും. എന്നാലും അദ്ദേഹം കൂടുതലായി തന്നെ റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെ പേരിലാണുള്ളത്. സെഞ്ചുറി ഇപ്പോൾ കോഹ്ലി അത് എന്തായാലും അദ്ദേഹത്തെ മുൻകടക്കും. കോഹ്ലിക്ക് മാത്രമേ അതിന് കഴിഞ്ഞുള്ളൂ. അതിന് മുമ്പുണ്ടായിരുന്ന പോണ്ടിങ്, ജയവർദ്ധൻ, ജയസൂര്യ, പിന്നെ ഓസ്ട്രേലിയയിൽ തന്നെ ഉണ്ട് ഗിൽക്രിസ്റ്റ്, അങ്ങനത്തെ പല പ്ലേയേഴ്സ് ലെജൻഡുകളായിരുന്നു 90s ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഓസ്ട്രേലിയ പോലത്തെ ഒരു ടീം പിന്നീട് അതിന് ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ പോലും ഇപ്പോൾ ഓസ്ട്രേലിയ പഴയ ടീമിൻ്റെ ലെവലിലേക്ക് സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല. ഓസ്ട്രേലിയ വമ്പൻ ടീമായിരുന്നു. ആ ടീമിനെ വരെ വെല്ലുവിളിക്കുന്ന, ആ ടീമിന് വരെ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യനും അതുപോലെ തന്നെ അതിലുള്ള സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമായിരുന്നു. ഏത് വിധത്തിലുള്ള വലിയ വലിയ ബോളേഴ്സ്മാരും ഷോയബ് അക്തർ, ബ്രെറ്റ്, അങ്ങനെ പല ബോളേഴ്സുകളൊക്കെ വന്ന് അദ്ദേഹത്തെ പല വിധത്തിലുള്ള അറ്റാക്കുകൾ ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഷോട്ട് മുഖേന പിടിച്ചു നിന്ന് അവരുടെ മുമ്പിലും സെഞ്ചുറികൾ അടിച്ച് നിന്നിരുന്നു. പല റിസ്ക്കായ ബോളുകളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കട്ട്, ഓഫ് സൈഡ്, ലെഗ് സൈഡ്, അങ്ങനെ പല ബോളിൻ്റെ ഷോട്ടുകൾ കണ്ടാൽ തന്നെ വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കും. അതായത് ഈ ബംഗ്ലാദേശ് അതുപോലെ സിംബാബ്വെ അങ്ങനത്തെ ടീമുകളോട് കളിക്കുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ വളരെ ചിലപ്പോൾ അധികം സ്കോർ എടുത്തൊന്നുമില്ല. പക്ഷേ ഈ വലിയ വലിയ ടീമുകളോട് കളിക്കുമ്പോൾ നല്ല സ്കോറായിട്ടേ എടുക്കാറുള്ളൂ.